നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. സൂപ്പർ കപ്പിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം വിജയിച്ചല്ലോ. ഏകപക്ഷീയമായ ഒറ്റ ഗോളിനാണ് രാജസ്ഥാൻ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കണ്ടെത്തിയതോ പുതിയ താരങ്ങളാണ്. ആ ഗോളിന് വഴിവെച്ചതും പുതിയ താരം, ഗോളടിച്ചതും പുതിയ താരം. ഇവാൻ റോഡ്രിഗസിൻ്റെ ക്രോസിൽ നിന്ന് കോൾഡോബിയേറ്റയുടെ ഗോളാണ്, ഹെഡർ ഗോളാണ് പിറന്നത്. സ്വാഭാവികമായിട്ടും പുതിയ താരങ്ങളുടെ ഈ ഗോൾ കോൺട്രിബ്യൂഷൻ ആരാധകർ ഹാപ്പിയാണ്. എന്നാൽ മത്സരം കൂടുതൽ വലിയ മാർജിനിൽ വിജയിക്കേണ്ടതായിരുന്നു, അതിന് സാധിച്ചില്ല എന്നുള്ള ഒരു ചെറിയ നിരാശയുമുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ കോച്ച് ഡേവിഡ് കാറ്റല ഇന്നലെ കളിക്ക് ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, പുതിയ താരങ്ങൾ ഇവാനും അതുപോലെ തന്നെ കോൾഡോയും അവരുടെ പ്രകടനത്തെക്കുറിച്ച് എന്ത് പറയുന്നു, ഗോൾ കോൺട്രിബ്യൂഷൻ വന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. Coach, your thoughts on the new boys, Juan, Coldo, who scored the goal obviously? Yes, they are doing a great job. So today he assist, Juan assist and Coldo score. So I'm very happy for them. But as I said before, അപ്പോൾ അതാണ് അതിൽ അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അവർ ഗ്രേറ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. യുവാൻ്റെ അസിസ്റ്റ്, അതുപോലെ കോൾഡോയുടെ ഗോള്, അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ താൻ ഹാപ്പിയാണ് എന്ന് കോച്ച് പറയുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് പോരാ, ഇതല്ല ഉദ്ദേശിച്ചത്, ഇതിനേക്കാൾ മികച്ച പ്രകടനം വരേണ്ടതായിരുന്നു എന്ന് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. വി നീഡ് ടു ഇംപ്രൂവ് അവർ ഗെയിം. കളി നമ്മൾ ഇനിയും മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇതല്ല നമുക്ക് വേണ്ടത്. ഐ ആം പ്രിറ്റി ഷുവർ ഇൻ നെക്സ്റ്റ് ഗെയിം വി ആർ ഗോണ ബി ബെറ്റർ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത മത്സരത്തിൽ കൂടുതൽ ബെറ്റർ ആവും ടീം എന്നുള്ളൊരു വിശ്വാസം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നു. ഏതായാലും ആദ്യ മത്സരം വിജയിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 3 പോയിൻ്റ് നേടാൻ കഴിഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ആരാധകരൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി അടുത്ത മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹൈദരാബാദ് FC എന്ന് പേരുണ്ടായിരുന്ന ടീം ഇപ്പോൾ ഡൽഹിയിലെ ക്ലബ്ബായി മാറിയിട്ടുണ്ട്. അവർക്കെതിരെയാണ് നവംബർ 3 മത്സരമുള്ളത്. നവംബർ 3 ഇതേ സമയം, അതായത് ഇന്നലത്തെ മത്സരം നടന്ന അതേ സമയം വൈകിട്ട് 4:30 അതേ ഗ്രൗണ്ടിൽ ബംബോലിമിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത കളി. ആ കളി മികച്ച മാർജിനിൽ വിജയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.